ഇപ്പോൾ കഴിച്ച് നമ്മുടെ ഫ്രണ്ട് ഒരു താർ എടുത്തിട്ട് വന്നിട്ട് ചോദിച്ചു നമുക്ക് റോഡ് ട്രിപ്പ് പോയാലും. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ വണ്ടി എടുത്തു, നേരെ നമ്മൾ വാൽപ്പാറ ലക്ഷ്യമാക്കിയാണ് നമ്മൾ ആദ്യം വിട്ടത് കേട്ടോ. നല്ല മഴയായിരുന്നു, ക്ലൈമറ്റ് ഒരു രക്ഷയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നിർത്തി നല്ല കട്ടൻ ചായയൊക്കെ കുടിച്ച് ബ്രെഡ് ഓംലെറ്റൊക്കെ അടിച്ചാണ് നമ്മൾ പോയത്. ആ ക്ലൈമറ്റിൽ വാൽപ്പാറയ്ക്ക് പോകാൻ ഒരു ഒന്നൊന്നര പൊളിയായിരുന്നു. പ്രത്യേകിച്ച് നമുക്കൊന്നും പറയേണ്ട കാര്യമില്ല, ഓൾറെഡി നല്ല തണുപ്പായിരുന്നു. അതിൻ്റെ കൂടെ മൺസൂണിൻ്റെ മഴയും കൂടി ആയപ്പോൾ ഉണ്ടല്ലോ, ആ തേയിലത്തോട്ടത്തിനൊക്കെ പ്രത്യേക ഒരു ഭംഗി തന്നെയായിരുന്നു. ആ ഒരു മഴയുടെ കാറ്റും ആ തണുപ്പും അതിലൂടെയുള്ള ആ ഒരു താറിലുള്ള ഡ്രൈവും കൂടി ആയപ്പോൾ ഉണ്ടല്ലോ, സ്വർഗം മാമാ സ്വർഗം. ഇപ്പോൾ എന്തുകൊണ്ടാണ് വാൽപ്പാറയെ സെവൻത് ഹെവൻ എന്ന് വിളിക്കുന്നതെന്ന് ഇപ്പോൾ ശരിക്കും ഞങ്ങൾക്ക് മനസ്സിലായി. നമ്മുടെ പ്ലാൻ മെയിൻ റോഡ് ട്രിപ്പ് ആയതുകൊണ്ട് നമ്മൾ പിന്നെ അധികം ഫോട്ടോഷൂട്ടിനൊന്നും നിൽക്കാതെ നേരെ നമ്മൾ അതിരപ്പള്ളി റൂട്ട്, അതായത് വാൽപ്പാറ ടു അതിരപ്പള്ളി ഫോറസ്റ്റ് റൂട്ട് പിടിച്ചു. മൃഗങ്ങളെ സ്പോട്ട് ചെയ്യാൻ സാധ്യത ഉള്ളതുകൊണ്ട് നമ്മൾ വെളുപ്പിന് 6:30 തന്നെ റൂമിൽ നിന്ന് വെക്കറ്റ് ചെയ്ത് ഇറങ്ങി. പക്ഷേ നമുക്ക് മൃഗങ്ങളെ ഒന്നും ഇല്ലാതെ സ്പോട്ട് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ നമ്മൾ ഫോറസ്റ്റ് റൂട്ട് വഴി അതിരപ്പള്ളി എത്തി. അതിരപ്പള്ളിയിലെ വാട്ടർഫോൾസിൻ്റെ ഭംഗി ആസ്വദിക്കാനായിട്ട് നമ്മളിത് താഴോട്ട് സൈഡിലുള്ള വഴി കൂടെ താഴോട്ടിറങ്ങി. നല്ല ഒന്നൊന്നര വൈബായിരുന്നു. നമ്മളവിടെ നിന്നൊരു ചെറിയ റെയിൻ കോട്ടും മേടിച്ച്, ആൾക്കാരും ഫുള്ളായിരുന്നു. അതുപോലെ തന്നെ അടിപൊളി ഒരു വൈബായിരുന്നു. നമ്മളവിടെ നിന്ന് നൈസായിട്ട് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് തിരിച്ച് കുതിരാൻ പാലക്കാട് കീഴ് പൊള്ളാച്ചി വഴി തിരിച്ച് വീണ്ടും നമ്മൾ തൃശ്ശിയിലോട്ട് പോകുന്നു. അങ്ങനെ നമ്മളൊരു സർക്കിൾ, അതായത് ഇപ്പോൾ മാപ്പിൽ നോക്കുന്ന കൊണ്ട് തന്നെ തൃശ്ശിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വാൽപ്പാറ വഴി പാലക്കാട് മൊത്തത്തിൽ നമ്മളൊരു 700-800 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് റോഡ് ട്രിപ്പ് പൊളിയാക്കി. ഡ്രൈവാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് എല്ലാവർക്കും ഈ ഒരു ട്രിപ്പ്, ഈ ഒരു റൂട്ട് പ്ലാൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ബൈ.